നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 532 532. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 532. ഇപ്പോൾ ഇവിടെ ലീലാകാന്ഡത്തിൽ സർഗം 25 ഗോപികളുടെ സംഭാഷണവും വീണ്ടും നാമകരണവും. അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 24-ാം സർഗം എന്തായിരുന്നു? ഗർഗമഹർഷിയുടെ ആനന്ദാനുഭൂതിയും കൃഷ്ണനാമകരണം, ജാതക ചിന്ത. അതിലെ അവസാനത്തെ ശ്ലോകം 46, ഒരു 1.5 ശ്ലോകമാണ്. അതൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് പുതിയ സർഗത്തിലേക്ക് പോവാം. ഓർക്കും തോറും തെളിവിയലും ആനന്ദഗോപ്താത്മജൻ തൻ വൽഗുസ്മേരം വദനകമലം കണ്ടുള്ളിൽ അമ്പാൽ വാക്യം കണ്ണീർ കവിളിലൊഴുകിക്കൊണ്ടതാ യോഗിവര്യൻ ഗർഗാചാര്യൻ വിലസി നടകൊള്ളുന്ന വാർത്തിങ്കൾ പോലെ. ഒന്നും പറയല്ല. അപ്പോൾ 25-ാം സർഗത്തിൽ 1-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? അമ്പാടിയിൽ അണഞ്ഞ നാൾ അന്തിക്ക് പല ഗോപികൾ അമ്പാർന്നുടൻ വാരിയെടുത്തു മുകിൽ വർണ്ണനെ. കുറേ അധികം ഗോപസ്ത്രീകൾ നന്ദഗോപരുടെ വീട്ടിലെത്തി. കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓ, നമ്മുടെ പൊന്നുണ്ണിക്ക് പേരൊക്കെ ഇട്ടൂല്ലേ, ഞാനൊന്ന് എടുക്കട്ടെ, മതി, ഞാനൊന്ന് എടുക്കട്ടെ, ഇങ്ങോട്ട് തരൂ. അങ്ങനെ മാറി അമ്പാർന്നുടൻ വാരിയെടുത്തു മുകിൽ വർണ്ണനെ. പ്രദോഷം നോമ്പു നോറ്റുള്ളോരുണ്ണും പോലെ മൃഗാക്ഷികൾ. മൈ ഗുഡ്നസ്. പ്രദോഷം നോമ്പ് നോറ്റുള്ളോർ ഉണ്ണും പോലെ മൃഗാക്ഷികൾ. മാൻകണ്ണിമാരെന്നർത്ഥം പറയണം. മൃഗാക്ഷികൾ നോക്കി അലിഞ്ഞ് ഈ മട്ടരുളി മെല്ലെ മെല്ലവേ. അവരുടെ മനസ്സിലുള്ളത് അവർ മെല്ലെ മെല്ലെ പറയാൻ തുടങ്ങി. എന്താ അത്? പകലെല്ലാം നമുക്കിന്ന് നഷ്ടമായില്ലയോ സഖി. നമ്മൾക്ക് അല്ലേ, പകൽ പോയാൽ കഴിഞ്ഞു, നഷ്ടമായി. പകലെല്ലാം നമുക്കെന്നു നഷ്ടമായില്ലയോ സഖി. വെറുതെ ചെന്നണഞ്ഞോരോ വെടിവട്ടത്തിലങ്ങനെ. വെടിവട്ടത്തിലെന്ന് പറഞ്ഞാൽ വെറുതെ പാഴ്വാക്കുകൾ പറഞ്ഞ് രസിച്ച് സമയം കളഞ്ഞൂലോ നമ്മൾ. പകലെല്ലാം നമുക്കെന്നു നഷ്ടമായില്ലയോ സഖി. വെറുതെ ചെന്നണഞ്ഞോരോ വെടിവട്ടത്തിലങ്ങനെ മാഴേണ്ടി വന്നു നിർബന്ധം നിമിത്തം കൂട്ടുകെട്ടുകൊണ്ടാണ്. സത്സംഗത്തിലാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. മോശമുള്ള കൂട്ടുകെട്ടാണെങ്കിൽ സമയം പാഴാവും. ശ്വാസം കഴിച്ചതിന് ഈ ഞാൻ ഇവിടം വന്നു മാത്രമാം. അപ്പോൾ ഞാൻ പാഴ്വാക്കുകൾ പറഞ്ഞ് സമയം കളഞ്ഞതിൻ്റെ പ്രായശ്ചിത്തം എന്ന പോലെയാണ് ഞാനിവിടെ വന്നത്. ഈ ഉണ്ണിക്കണ്ണനെ കാണുന്നതും വാരിയെടുക്കണതും ഉമ്മ വയ്ക്കണതും. ഇനി എന്താ വേണ്ടത്? ഈ ലോകത്ത് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഉണ്ണിക്കണ്ണനെ എടുക്കുക, ഉമ്മ വയ്ക്കുക. ആ ഉണ്ണിയുടെ പാതാരവിന്ദങ്ങൾ സ്വന്തം മാറിടത്തിൽ തട്ടുക, അതിൽ ഉമ്മ വയ്ക്കുക. അപ്പോൾ പറയണു, മാഴേണ്ടി വന്നു നിർബന്ധം നിമിത്തം കൂട്ടുകെട്ടിനാൽ ശ്വാസം കഴിച്ച് അതിന് ഈ ഞാൻ ഇവിടം വന്നു മാത്രമാം. ഓമനെ നിന്റെ അരികത്തണഞ്ഞ് ആനന്ദമേൽപ്പൂ ഞാൻ. കൃഷ്ണനോടാ പറഞ്ഞതേ, ഓമനെ നിന്റെ അരികത്തണഞ്ഞ് ആനന്ദമേൽപ്പൂ ഞാൻ. അഴുക്കുചാലുൾപ്പെട്ട മത്സ്യം ഗംഗയിലാവിതും. മൈ ഗോഡ്, എന്താ ഒരു പ്രസൻറ്റേഷൻ! അഴുക്ക് ചാലിലുള്ള മത്സ്യം ശ്വാസം മുട്ടി ഗംഗയിൽ വന്ന് പെട്ടാൽ അതിൻ്റെ ഒരു ഭാഗ്യം എന്താണ്? എൻ്റെ ദൈവമേ, എനിക്കിതൊക്കെ വായിക്കാൻ സാധിച്ചുല്ലോ എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്.
ഇതൊക്കെ വായിച്ച് ഞാൻ പിന്നെ കബോർഡിൽ വെച്ചതായിരുന്നു. ശിവപുരാണം കിട്ടിയാൽ പറയാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ശിവപുരാണം കിട്ടാനില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ഞാൻ ഐ ഡോണ്ട് നോ, ഉള്ളിൽ നിന്ന് ഒരു ചേതോ വികാരം ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ പോയി അവസാനിപ്പിച്ചു. ഇതിൽ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ ഉപമകളും പ്രാസങ്ങളും മനസ്സിനെ മത്ത് പിടിപ്പിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അഴുക്കുചാലിൽപ്പെട്ട മത്സ്യം ഗംഗയിലാവിധം സ്വർഗത്തിലും ലഭിക്കാത്ത പരമാനന്ദമല്ലയോ. സ്വർഗത്തിനേക്കാൾ പരമാനന്ദമാണ് ഉണ്ണിക്കണ്ണനെ വാരി ഉമ്മ വയ്ക്കുക എന്നുള്ളത്. അത് വായിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളപ്പോൾ ഇത് കേൾക്കുന്നവരുടെ ആത്മീയാനന്ദം എന്താ, അത് നമുക്ക് ആറിലൊന്ന് തിരിച്ചു കിട്ടണം. അപ്പോൾ ഒരു എന്താണ് പറയുക, എനിക്കറിയില്ല. അത് ഫുള്ളിനെസ് അവർക്കും ഫുള്ളാണ്, അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ എനിക്കും ഫുള്ളായിട്ട് കിട്ടണം ആനന്ദം. സ്വർഗത്തിലും ലഭിക്കാത്ത പരമാനന്ദമല്ലയോ വർഷിച്ചിടുവത ഈ മിന്നും മുകിൽ വർണ്ണൻ മനോഹരൻ അതിൻ്റെ വിലയോർക്കാതെ ഈ മട്ടിൽ നാം ഇന്ന്. ഈ കുട്ടിയെ കണ്ട് വാരിയെടുത്ത് ഉമ്മ വെച്ചാലുണ്ടാവുന്ന മാനസികാവസ്ഥ വിട്ടിട്ട് പകൽ മുഴുവൻ നമ്മൾ വൃഥ കളഞ്ഞില്ലേ, അതിൻ്റെ വിലയോർക്കാതെ ഈ മട്ടിൽ നാം ഇന്ന് മല്ലികെ വ്യർത്ഥമായി തീർത്തു പോയല്ലോ വിരുന്നും മറ്റുമുണ്ണുവാൻ. ആരുടെ വീട്ടിൽ പിറന്നാളുണ്ട്, പോയി ഊണ് കഴിച്ചു എന്നല്ലാണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുക, അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പൊന്നുണ്ണീനെ വന്ന് കണ്ടാൽ തന്നെ നമ്മുടെ പാപക മാറും. ഭാഗവതം കേട്ടാൽ തന്നെ മഹർഷിമാരാണ് സത്യം. മഹർഷിമാർ ബ്രഹ്മലോകത്ത് ഒരു തുലാസിൽ ഭാഗവതം വെച്ചു, ബാക്കിയുള്ളതിൽ ബാക്കി പുരാണങ്ങളല്ല പിന്നെ വിലപിടിപ്പുള്ള എന്താ പറയുക പിന്നെ വേദാംഗങ്ങളും ഒക്കെ വെച്ച് നോക്കിയെന്നാണ് പറഞ്ഞത്. ഭാഗവതം ആണ് വിലപിടിപ്പുള്ളതെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാലും അതിലും നാം ഇന്നൊരു പാഠം പഠിച്ചു പോയി. ഈ ഒരു റിയലൈസേഷനാണ് നമുക്ക് ആവശ്യം. തെറ്റ് മനസ്സിലായാൽ അത് തിരുത്തുക. എന്നാലും അതിലും നാം ഇന്നൊരു പാഠം പഠിച്ചു പോയി. അതെന്താണ്? അത് നീ താനൊന്നാലോചിച്ചുര ചെയ്യണം. നിനക്കറിയാം, നീ ആലോചിച്ചിട്ട് പറ. മറ്റൊന്നുമല്ലാതെ ഈ വണ്ണം അലഞ്ഞീടിൽ വരും ഫലം അതു നീ അരുളി ചെയ്തുള്ളതെത്രയും വാസ്തവം രമേ. ആ രമ എന്ന് പറഞ്ഞാൽ പിന്നെ മഹാലക്ഷ്മി എന്നാണ് അർത്ഥം പറയാം, രമ. അപ്പോൾ മറ്റൊന്നുമല്ല ഈ വണ്ണം അലിഞ്ഞീടിൽ വരും ഫലം അത് നീ ഉര ചെയ്തുള്ളതെത്രയും വാസ്തവം രമേ. അളിവർണ്ണനിൽ കൃഷ്ണനിൽ നിർത്തായി അളിവർണ്ണനിൽ നിന്നൊട്ടൊന്നകന്നാലത് ദുർദിനം. മൈ ഗോഡ്, ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ഒരു ദിവസം അകന്നു നിന്നാൽ ദോഷമായി എന്ന്, നഷ്ടം. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നഷ്ടക്കച്ചവടം. കൃഷ്ണനെ ഒന്ന് കണ്ടാലോ ലാഭക്കച്ചവടം. അതെന്താ കാരണം? നമ്മുടെ മനസ്സിലുണ്ടാ ഭഗവാൻ, അദ്ദേഹത്തിനെ മനസ്സിലാക്കിയാൽ മതി. എന്നല്ല വേറെയും നഷ്ടം വന്നു നമ്മൾക്കു ചന്ദ്രികേ. അത് മുഴുവൻ ആയില്ല. 10ാമത്തെ ശ്ലോകം. അളിവർണ്ണനിൽ നിന്നൊട്ടൊന്നകന്നാലതു ദുർദിനം അതിനോർത്തീടിൽ ഈ വണ്ണം ശരിയായിട്ടറിഞ്ഞു നാം. നമ്മളത് റിയലൈസ് ചെയ്തു. എന്നല്ല വേറെയും നഷ്ടം വന്നു നമ്മൾക്ക് ചന്ദ്രികേ. ഉച്ചയ്ക്കിവിടെ ഇന്നേതോ മഹാത്മാവാം മുനീശ്വരൻ അണഞ്ഞാൻ പോലും അദ്ദേഹം ഏതോ വലിയ സിദ്ധനാം മധുരയ്ക്കാണ് പോൽ ഇന്ന് മടങ്ങിപ്പോയതാ മഹാൻ. മധുരയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് കേട്ടത്. ആൾ വലിയ ഒരു മഹാനാണ്. അദ്ദേഹത്തിനെ കാണാതെ കണ്ട് നമ്മൾ പിറന്നാളും കൊണ്ടിട്ട് സദ്യയും കൊണ്ടിട്ട് പാഴ്വാക്കുകൾ പറഞ്ഞിട്ട് ദിനം വെറുതെ ആക്കിയില്ലേ ചന്ദ്രികേ, രമേ, മല്ലികേ, ഓമനെ എന്നൊക്കെ. കണ്ടാൽ പോലും കാഞ്ചനയും രാധയും കൂട്ടുപാതയിൽ. ഇതിലിപ്പോൾ രാധ എന്നുള്ളത് ആദ്യമായിട്ട് വന്നു. കാരണം ഇത് വ്യാസര ഭാഗവതത്തിനെ 10,000 പിന്നെ ശ്ലോകങ്ങൾ കൂട്ടിയിട്ടാണ് താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എഴുതാം.
കാരണം ഇവിടെ ശുഗാ ഉവാച ഇല്ല, പിന്നെന്താ? അതുകൊണ്ടാണ് കണ്ടാൽ പോലും കാഞ്ചനയും രാധയും കൂട്ടുപാതയിൽ ക്ഷണാർത്ഥം പോലും ഏവർക്കും സത്സംഗം കൈവരുന്നതാം. അരനിമിഷം ഭഗവാനെ കണ്ടാൽ മതി എന്നാ. നിധി എന്നരുളി ചെയ്തു നിമിരാജാവതോർപ്പു ഞാൻ, അദ്ദേഹം ഇവിടം വന്നതെന്തിനാണെന്നറിഞ്ഞിതോ. നിധി എന്നരുളി ചെയ്തു. പിന്നെ നന്ദഗോപരെ, ഈ കുട്ടി നിങ്ങൾക്ക് അമൂല്യമായ ഒരു നിധിയാണെന്നാണ് പറഞ്ഞതെന്നാ. അപ്പോൾ നിധി എന്നരുളി ചെയ്തു നിമിരാജാവതോർപ്പു ഞാൻ, അദ്ദേഹം ഇവിടം വന്നതെന്തിനാണെന്നറിഞ്ഞിതോ. കാർവർണ്ണൻ ഉണ്ണിയെ കാണാൻ തന്നെ മറ്റെന്തിനാം സഖി. അദ്ദേഹം ഇവിടെ വന്നത് നമ്മളെപ്പോലെ കാർവർണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ നന്ദഗോപരുടെ വീട്ടിൽ എന്താ ഉള്ളത്? ഭഗവാൻ. പിന്നെന്താ വേണ്ടത്? ഒന്നും വേണ്ടി. കാർവർണ്ണനുണ്ണിയെ കാണാൻ തന്നെ മറ്റെന്തിനാം സഖി, നീ എന്തറിഞ്ഞിടും പാപം ശാന്തേ പോലെ തന്നെ നീ. ശാന്തേ, നീയെ എന്തറിഞ്ഞു? നീ നിൻ്റെ പേര് പോലെയാണ്, നിനക്കൊന്നും അറിയില്ല. യു ആർ സോ കാം, യു ആർ സോ കൂൾ. ശാന്തേ യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത. നമസ്തസ്സേ 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 നമോ നമഃ. കാൺകിലും കേൾക്കിലും ചെറ്റൊന്നാലോചിക്കേണ്ടയോ സഖി. പറയണം. കാൺകിലും കേൾക്കിലും ചെറ്റൊന്നാലോചിക്കേണ്ടയോ സഖി, മറ്റാരുമല്ല വല്ലത് രമേ മറ്റാരുമല്ല സാക്ഷാൽ ഗർഗമുനീന്ദ്രനാം. സാക്ഷാൽ ഗർഗമുനിയാണത്ര വന്നു പോയത്, നമ്മൾ അറിഞ്ഞില്ലല്ലോ. വി മിസ്ഡ് ഹിം എന്നാണ്. വസുദേവൻ്റെ ഉണ്ണിക്കു പേർ വിളിപ്പതിനായിടാം യദുവംശത്തിലുള്ളവർക്ക് ആ മുനിവര്യൻ പുരോഹിതൻ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം വന്ന് ഈ കുട്ടികൾക്ക് നാമകരണം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് വസുദേവരുടെ കുട്ടികളാണ്, അല്ലാതെ കണ്ട് ഗർഗമുനി വരേണ്ട ആവശ്യമില്ല എന്നാ. വസുദേവൻ്റെ ഉണ്ണിക്കു പേർ വിളിപ്പതിനായിടാം യദുവംശത്തിലുള്ളവർക്ക് ആ മുനിവര്യൻ പുരോഹിതൻ. എന്നാൽ ഈ മുകിൽ വർണ്ണനും അദ്ദേഹം പേർ വിളിച്ചിടാം. അപ്പം രാമന് മാത്രമല്ല, അതായത് പിന്നെ രോഹിണിയുടെ മകൻ മാത്രമല്ല, ഇവിടെ വേറൊരാൾക്ക് പേരിട്ടുമല്ലോ. അതെന്താ കച്ചവടം? അല്ലെങ്കിൽ എന്താ അതിൻ്റെ ആശയം? എന്തൊരു കള്ളക്കളി ഉണ്ടല്ലോ അതിൽ. എന്നാൽ ഈ മുകിൽ വർണ്ണനും അദ്ദേഹം പേർ വിളിച്ചിടാം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം എന്തിനൊരു പൂനാം. ഇത് സ്വാഭാവിക. വേണ്ടാത്തതൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ട് പറയും, നമുക്കെന്ത് കാര്യം പറയാൻ, വെടിപൊട്ടിക്കാൻ മരുന്നിട്ട് കൊടുത്തു കഴിഞ്ഞു. ആ മട്ടിൽ നീ ഓതിയാലും ശരിവെക്കില്ല, അതൊക്കെ ഞാൻ ആവശ്യമില്ലേ നമ്മൾക്ക് ഈ ഉണ്ണിയെ പറ്റിയാകയാൽ. നീ എന്താണോ കൂട്ടം കൂടണത്? നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളല്ലേ ഈ ഉണ്ണി. അപ്പോൾ ഈ ഉണ്ണിയുടെ പേര് ഗർഗമുനി വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് നമുക്ക് തികഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്നാണ്. അപ്പോൾ ആ മട്ടിൽ നീ ഓതിയാലും, നീ അങ്ങനെയൊക്കെ പറഞ്ഞാലും ശരിവെക്കില്ല, അതൊക്കെ ഞാൻ ആവശ്യമില്ലേ നമ്മൾക്ക് ഈ ഉണ്ണിയെ പറ്റിയാകയാൽ. മണിവർണ്ണനിൽ മുട്ടിയിടിൽ മഹത്താം ഏതു കാര്യവും വെള്ളം ശിവൻ്റെ മൂർധാവലൊഴിച്ചാൽ തീർത്ഥമാം വിധം. ഹരേ ശിവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. രണ്ട് കാര്യം അവിടെ പറഞ്ഞത്. വെള്ളം ശിവൻ്റെ മൂർധാവലൊഴിച്ചാൽ തീർത്ഥമാം വിധം. കാരണം അത് ഗംഗ ചെയ്യുന്ന ശിവൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചതൊക്കെ ഗംഗയാണ്. മണിവർണ്ണനിൽ മുട്ടിയിടിൽ മഹത്താം ഏതു കാര്യവും, എല്ലാ കാര്യവും ഒഴിച്ചു നിർത്തി മണിവർണ്ണനെ ഒന്ന് വന്ന് വാരിപ്പുണരുക, ഒരു ഉമ്മ വയ്ക്കുക, ഒന്ന് കൊഞ്ച, ധാരാളമായി. അതല്ല ഞാൻ ഓതിയത് ഇന്നർത്ഥമോർത്തില്ല നീരമേ. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞതാണ് ശരി, രമേ നീ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാനേ വിരോധമായിട്ടൊന്നും പറഞ്ഞില്ല, കാര്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതല്ല ഞാൻ ഓതിയത് ഇതിനർത്ഥമോർത്തില്ല നീ രമേ, നീ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. കംസൻ്റെ കാതിലാരാനും അത് കൊണ്ട് ചെലുത്തുകിൽ
ഗർഗമുനി വന്ന് ഇവിടെ ഒരു കുട്ടിക്ക് നാമകരണം ചെയ്തു എന്ന് കംസൻ അറിഞ്ഞാൽ കംസന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ശത്രു ഇവിടെയാണ് എന്നുള്ളത്. അസത്യം അതല്ല ഞാൻ ഓതിയത്, അതിന് അർത്ഥമോർത്തില്ല നീരമേ. കംസൻ്റെ കാതിലാരാനും അതുകൊണ്ട് ചെലുത്തുകിൽ ആപത്തായി വരും ആവശ്യമില്ലാതുള്ളത് കേൾക്കുവാൻ ഇതേ ചുമരിനും കൂടി ചെവിയുണ്ടായതോർക്കണം. അത് വലിയൊരു അനുഭവമാണ്. ചുമരുകൾക്ക് ചെവി ഉണ്ട് എന്ന് ഓർക്കണമെന്ന്. കാരണം നമ്മളാരും ഇല്ലയെന്ന് വിചാരിച്ചാലും നമ്മൾ പറഞ്ഞത് വേറെയുള്ള നമ്മുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മുടെ മിത്രങ്ങളല്ലാത്തവരെ മനസ്സിലാക്കിയാൽ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും. അത് വളരെ രസമായിട്ട് അവിടെ പറഞ്ഞു. ആപത്തായി വരും ആവശ്യമില്ലാതുള്ളത് കേൾക്കുവാൻ ഇതേ ചുമരിനും കൂടി ചെവിയുണ്ടായതോർക്കണം. 23-ാമത്തെ ശ്ലോകം. ആരോമലുണ്ണിയെപ്പറ്റി എഴും ആ മൃദുഭാഷണം അറിഞ്ഞാൻ അന്നുടൻ തന്നെ നന്ദഗോപൻ മഹാശയൻ. ഇവർ തമ്മിലുള്ള ഈ നാരിമാർ, ഈ ഗോപികമാർ തമ്മിലുള്ള സംഭാഷണം ഇദ്ദേഹം കേട്ടു. ഗർഗൻ വന്ന് ഇവിടെ കുട്ടിക്ക് നാമകരണം ചെയ്തു എന്നുള്ളത് എങ്ങനെയെങ്കിലും കംസൻ മഹാരാജാവിന് മനസ്സിലായാൽ വേണ്ടാത്ത പുകിലാവും. അപ്പോൾ ആരോമലുണ്ണിയെ പറ്റിയെഴും ആ മൃദുഭാഷണം അറിഞ്ഞാൻ അന്നുടൻ തന്നെ നന്ദഗോപൻ മഹാശയൻ. പിറ്റേന്നു തന്നെ പുലർകാലമെണീറ്റ് നന്ദൻ മറ്റും പുരോഹിതരെ ഒക്കെ വരുത്തി വേഗം കറ്റക്കിടാങ്ങളുടെ പേർ വിളിക്കുത്സവം പോൽ ഉറ്റത്തോടങ്ങിനെ നടത്തി ഉദാരശീലൻ. കുറേ ആൾക്കാരെ വിളിച്ചിട്ട് വേറെ ഒരു പേരിടിക്കില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്തെ പേരിടിക്കലാണ് ശരി എന്നുള്ളത്. പിറ്റേന്നു തന്നെ പുലർകാലമെണീറ്റ് നന്ദൻ മറ്റും പുരോഹിതരെയൊക്കെ വരുത്തി വേഗം കറ്റക്കിടാങ്ങളുടെ പേർവിളി ഉത്സവം പോലുറ്റത്തോടങ്ങിനെ നടത്തി ഉദാരശീലൻ. ഇതേ ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാഖണ്ഡേ പഞ്ചവിംശ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. കാരണം 17 മിനിറ്റ് ആയല്ലോ. എന്നാലും ഒരു സർഗം കഴിഞ്ഞുല്ലോ. അപ്പോൾ ഇനി നമ്മൾക്ക് 26-ാം സർഗം, അത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.